പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3020 എന്ന പ്രിന്ററിൽ എങ്ങനെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഹെഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെഡ് ഇൻസേർട്ട് ചെയ്യുന്നത് കഴിയുന്നത് നിങ്ങളൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോർട്ട് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ വലിയ കോസ്റ്റിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. 2 ഹെഡാണ് ഇതിന് വരുന്നത്. കളറിനൊരു ഹെഡും ബ്ലാക്കിനൊരു ഹെഡും, അങ്ങനെ 2 ഹെഡായിട്ടാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ സ്കാനർ മോഡിൽ ഇതേപോലെ 45 ആംഗിൾ ഓപ്പൺ ചെയ്ത് വെക്കുക. കണ്ടില്ല, ഇവിടെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള കാരേജ് ഇവിടെ സെൻട്രലാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ മെൻഷൻ ചെയ്ത് കാണാൻ സാധിക്കും CB എന്ന് പറഞ്ഞാണ്ട് കളറിൻ്റെ സ്ലോട്ടാണത്, ബ്ലാക്ക് ഹെഡ് ഇടാനുള്ള സ്ലോട്ടാണ്. അതേപോലെ തന്നെ ഹെഡുമിലും അതേ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആ പൊസിഷനിൽ മാത്രമേ ഹെഡ് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. അറിയില്ല, ഓരോരോ 2 ഹെഡുമിലും ഓരോരോ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്കിൻ്റെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്നു. ആ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹെഡ് പുറത്തോട്ട് വെക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ നിങ്ങൾക്കൊരു ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ കഴിയും. 2 ഓറഞ്ച് സ്റ്റിക്കർ വരുന്നുണ്ട്, അത് റിമൂവ് ചെയ്തിരിക്കണം. കണ്ടില്ലേ, ഒരിക്കലും ഈ സർക്യൂട്ട് വരുന്ന അവിടെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ 2 സ്റ്റിക്കർ റിമൂവ് ചെയ്തിരിക്കണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ B എഴുതിയ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ബ്ലാക്ക് ഹെഡ് ഇൻസേർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കളർ ഹെഡും അതേപോലെ തന്നെ C എഴുതിയ ആ സ്ലോട്ടിൽ തന്നെ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിനാദ്യം ബോക്സ് ഓപ്പൺ ചെയ്തു, ആ കളർ ഹെഡിൻ്റെ 2 ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തു. കണ്ടില്ലേ, എന്നിട്ട് കറക്റ്റായിട്ട് ആ സ്ലോട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം മുകളിലുള്ള 2 ഈ ബ്ലൂ ടാപ്പ് ഉണ്ടില്ല, അത് 2ഉം പ്രസ് ചെയ്ത് ലോക്കാക്കിയിരിക്കണം. എന്നിട്ട് മാത്രമേ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം പ്രിൻ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രിൻ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോസസ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എറർ കോഡ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ച് ഇൻഫോം ചെയ്യേണ്ടതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.